അടൂർ പ്രകാശിനെ കോൺഗ്രസ്സുകാർക്ക് പോലും അവിടെ കാണാൻ സാധിച്ചിട്ടില്ല. നരേന്ദ്രമോദി വന്നതിന് ശേഷം അവിടെ ആ ആറ്റിങ്ങലിലേക്ക് വന്നിട്ടുള്ള വികസനങ്ങളുടെ ഒരു വലിയ നിര ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ സാധിച്ചു. വി മുരളീധരൻ്റെ ഇടപെടലുകൾ, അതേ തുടർന്ന് ജനങ്ങൾക്കുണ്ടായ പോസിറ്റീവായ പ്രതികരണങ്ങൾ, ഇതേക്കുറിച്ച് താങ്കൾ പറഞ്ഞു. ഉദാഹരണത്തിന് മുതലപ്പൊഴിയിലെ ഇടപെടലുണ്ടായി, അത് മത്സ്യത്തൊഴിലാളികൾക്ക് വളരെ നല്ല പ്രതികരണമായിരുന്നു ആ ഭാഗത്ത് കിട്ടിയിരുന്നത്. അതേപോലെ തന്നെ റെയിലിനെതിരായ പ്രക്ഷോഭം, അല്ലെങ്കിൽ ദേശീയപാതയ്ക്ക് വേണ്ടിയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളൊക്കെ, ഇതൊക്കെ വളരെ സ്വീകാര്യമാണ്, ജനങ്ങളത് ചർച്ചയും ചെയ്യും. പക്ഷേ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഓരോ പാർട്ടികളും വിവിധ വിഷയങ്ങൾ ഏറ്റെടുക്കുന്ന സമയത്ത് എത്രത്തോളം ബി ജെ പിക്ക് സ്വാധീനമില്ലാത്ത ഈ പ്രദേശത്ത് ഇതൊരു വിഷയമാക്കി ഉയർത്താൻ ബി ജെ പിക്ക് പറ്റും എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഒരു ഉയരുന്ന ചോദ്യം. ഇതിനെക്കുറിച്ച് എന്താണ് സുരേഷിന് പറയാനുള്ളത്? അങ്ങ് ചോദിച്ചത് വളരെ കറക്റ്റാണ്. പക്ഷേ അത് മറ്റു മണ്ഡലങ്ങളിൽ അത് കുറച്ച് പ്രശ്നങ്ങളുണ്ടാകും. ആറ്റിങ്ങലിനെ സംബന്ധിച്ച് കഴിഞ്ഞ 5 വർഷമായിട്ട് അവിടെ ജയിച്ചു പോയ എം പി കോൺഗ്രസിൻ്റെ ശ്രീ അടൂർ പ്രകാശാണ്. അടൂർ പ്രകാശിനെ കോൺഗ്രസ്സുകാർക്ക് പോലും അവിടെ കാണാൻ സാധിച്ചിട്ടില്ല. ഞങ്ങൾ സാധാരണ പറയുന്നത് 5 പ്രാവശ്യം ഓണം വന്നു, 5 പ്രാവശ്യം ക്രിസ്മസ് വന്നു, 5 പ്രാവശ്യം വിഷു വന്നു. പക്ഷേ ഒരു പ്രാവശ്യം പോലും അവിടുത്തെ എം പിയെ ആ ആറ്റിങ്ങലുകാർ ഈ 5 വർഷത്തിനുള്ളിൽ കണ്ടിട്ടില്ല എന്നുള്ള ഒരു അന്തരീക്ഷമാണ് ആറ്റിങ്ങലിലുള്ളത്. അപ്പോൾ ഈ എം പി അവിടെ കുറച്ച് ഹൈമാസ് ലൈറ്റുകളും അതോടൊപ്പം തന്നെ കുറച്ച് വെയിറ്റിംഗ് ഷെഡുകളും പ്രധാനമന്ത്രി കൊടുക്കുന്ന എം പിമാരുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് വച്ചതല്ലാതെ ആ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഒരു നല്ല ക്ലർക്കിന് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ മാത്രമേ അവിടെ ചെയ്തിട്ടുള്ളൂ. ഒരു എം പി എന്ന നിലയിൽ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. എത്രയോ വർഷങ്ങളായിട്ട് അവിടെ CPM-ൻ്റെ എം പിയാണ് അവിടെ ഉള്ളത്. വർക്കല രാധാകൃഷ്ണൻ മുതൽ സമ്പത്ത് വരെയുള്ള CPM-ൻ്റെ എം പിമാർ നിരന്തരം ജയിച്ചു വന്നിരുന്ന സ്ഥലമാണ്. ആ സ്ഥലത്ത് വികസനം കയറാൻ മൂലയായി ആറ്റിങ്ങൽ അധപ്പതിച്ചു. ഇതൊക്കെ നേരിട്ടറിയാവുന്നവരാണ് ആറ്റിങ്ങൽ ജനങ്ങൾ. ആ ജനങ്ങളുടെ മുൻപിലാണ് നരേന്ദ്രമോദി വന്നതിന് ശേഷം അവിടെ ആ ആറ്റിങ്ങലിലേക്ക് വന്നിട്ടുള്ള വികസനങ്ങളുടെ ഒരു വലിയ നിര ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ സാധിച്ചു. അത് റെയിൽവേ വികസനമാണെങ്കിലും ദേശീയപാത വികസനമാണെങ്കിലും ഐസറിൻ്റെ വികസനമാണെങ്കിലും IISTയുടെ വികസനമാണെങ്കിലും അതുപോലെ തന്നെ ഇന്നി ആറ്റിങ്ങലുകാരുടെ സ്വപ്നമായിട്ടുള്ള തീരദേശ നമ്മുടെ വനമേഖലയിലുള്ള റെയിൽവേ ലൈൻ, അതോടൊപ്പം തന്നെ റോഡ്, ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ. വിഴിഞ്ഞം ഔട്ടർ റിംഗ് റോഡ് പൂർണ്ണമായിട്ടും ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതിൻ്റെ അനന്തമായ വികസന സാധ്യതകൾ, ഇതൊക്കെ യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ഇനി ഇന്ത്യ ഭരിക്കുന്ന മൂന്നാമതും വരുന്ന നരേന്ദ്രമോദി സർക്കാരിനും ഇനിയും ദശാബ്ദങ്ങളായിട്ട് ഇന്ത്യ ഭരിക്കാൻ പോകുന്ന BJPക്കും മാത്രമേ സാധിക്കൂ എന്നും അത് സാധിക്കാൻ ആറ്റിങ്ങലിൽ നിന്ന് ആറ്റിങ്ങലുകാരുടെ MP ആയിട്ട് ജയിച്ചു പോകുന്ന ഒരാൾ നരേന്ദ്രമോദിയോടൊപ്പം ഉണ്ടാകണം എന്നുള്ള ആറ്റിങ്ങലുകാരുടെ ഒരു ബോധ്യമുണ്ടല്ലോ, ആ ബോധ്യം ആണ് BJPക്ക് അനുകൂലമായിട്ട് വോട്ടായിട്ട് മാറുക. താങ്കൾ പറയുന്ന വാദമുഖങ്ങളൊക്കെ ശരിയാണ്. കേന്ദ്രമന്ത്രി വേണോ, ഒരു സാധാരണ MP വേണോ എന്ന ചോദ്യത്തിനൊക്കെ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് അനുകൂലമായ ഒരു പ്രതികരണമുണ്ടാകാം. ഇതൊക്കെ പക്ഷേ സ്വാധീനിക്കുന്നത് നിഷ്പക്ഷരായ അല്ലെങ്കിൽ കമ്മിറ്റഡ് അല്ലാത്ത വോട്ടർമാരെയാണ് ഈ വക കാര്യങ്ങളൊക്കെ സ്വാധീനിക്കുന്നത്. ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം 2 മുന്നണികൾക്കും വളരെ ശക്തമായ സ്വാധീനമുള്ള പ്രദേശങ്ങളുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല ശക്തിയുണ്ട്, കോൺഗ്രസിന് നല്ല ശക്തിയുണ്ട്. BJPക്കാണെങ്കിൽ 7 നിയോജകമണ്ഡലങ്ങളിൽ ഏതാണ്ട് നേരത്തെ പറഞ്ഞതുപോലെ 40,000 വോട്ട് കിട്ടിയ 2 മണ്ഡലങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരാശരി ഒരു മണ്ഡലത്തിന് 50,000-ത്തിലധികം വോട്ട് കിട്ടിയാൽ മാത്രമേ BJPക്ക് ജയിക്കാൻ കഴിയൂ. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ 2 മുന്നണികളെ അതിജീവിച്ചുകൊണ്ട് ഈ ഒരു സംഘടനാപരമായ ഒരു ദൗർബല്യം ഉള്ള ഒരു മണ്ഡലത്തിൽ എങ്ങനെയാണ് ഈ അനുകൂലമായ അന്തരീക്ഷത്തിൽ പോലും ഇപ്പോൾ മോദിയുടെ പ്രഭാവമായാലും വി മുരളീധരൻ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമായാലും അല്ലെങ്കിൽ ഒരു മന്ത്രി വേണം എന്നുള്ള തോന്നലുകളായാലും ഇതൊക്കെ സ്വാധീനിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ മാത്രമേ ഉള്ളൂ. മറുഭാഗത്ത് ശക്തമായ പരമ്പരാഗത വോട്ടുകളുള്ള അല്ലെങ്കിൽ സംഘടനാപരമായ വോട്ടുകളുള്ള ഇടതു മുന്നണിയെയും UDF-നെയും മറികടന്നുകൊണ്ട് ഈ ഒരു പോയിന്റുകൾ മാത്രം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു പ്ലസ് പോയിന്റിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രം BJPക്ക് ആറ്റിങ്ങലിൽ നിന്ന് ജയിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ഈ കേരളത്തിൻ്റെ പ്രബുദ്ധതയ്ക്ക് ചോദ്യചിഹ്നമാണ് കേരളത്തിൽ ജീവിച്ചു പോകുന്ന ഇടതുപക്ഷവും വലതുപക്ഷവും എന്ന് നമുക്ക് പല ആവർത്തി ബോധ്യമായതാണ്. കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്നുള്ള അബദ്ധചിന്ത കാരണം കേരളത്തിൽ 19 UDF MP-മാരെ ജയിപ്പിച്ചു കൊടുത്ത ഒരു വലിയ അപരാധം കാണിച്ചൊരു സംസ്ഥാനമാണ് കേരളം. ഈ കേരളത്തിന് ഇന്ന് യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുന്നു.
എന്ന് നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം. കാരണം ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ, BJPക്ക് എതിരായിട്ടുള്ള മുഖ്യധാരാ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ LDFും UDFും മാത്രമല്ലല്ലോ ഇന്ന് ജനങ്ങൾക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇത് മാത്രമല്ലല്ലോ, ഇത് വേറെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ആ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇന്ന് ഈ പരമ്പരാഗത ഇടതുപക്ഷ വലതുപക്ഷ ചങ്ങലയിൽ നിന്ന് മുക്തരാകാൻ ആഗ്രഹിക്കുന്നതിൻ്റെ പ്രതീതി എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്നു. മുരളീധരന് വേണ്ടി വോട്ട് ചോദിച്ചു പോകുന്ന CPM വീടുകളിൽ, CPM അനുഭാവികളുടെ വീടുകൾ, CPM കേഡേഴ്സിൻ്റെ വീടുകൾ, ആ വീടുകളിൽ നിന്ന് BJPക്ക് നിരവധി വോട്ട് കിട്ടാൻ പോകുന്നു. കോൺഗ്രസ്സുകാരുടെ വീടുകളിൽ നിന്ന് BJPക്ക് വോട്ട് കിട്ടാൻ പോകുന്നു. കൈപ്പത്തി വെച്ച് പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സുകാരൻ്റെ ഹൃദയത്തിൽ അവൻ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന താമരയ്ക്കാണ്. അരിവാളുമായിട്ട് പുറത്തിറങ്ങി നടക്കുന്നവനും വോട്ട് ചെയ്യുന്നത് താമരയ്ക്കാണ് എന്നുള്ളൊരു അന്തരീക്ഷത്തിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. ആ മാറ്റത്തിൻ്റെ സൂചികയും നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, യാതൊരു സംശയമില്ല. അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ കാട്ടാക്കടയും ആറ്റിങ്ങലും 40,000 കൂടുതൽ വോട്ട് BJPക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് അവിടെ നിന്ന് ഞങ്ങൾ ഈ 2 മണ്ഡലത്തിലും വളരെ മുമ്പിൽ പോകും എന്നതുപോലെ തന്നെ ഏറ്റവും പിന്നാക്കം നിന്നിട്ടുള്ള വാമനപുരം മണ്ഡലം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മുമ്പ് കിട്ടിയതിൻ്റെ ഇരട്ടിയിലേറെ വോട്ടിലേക്ക് BJPക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കടന്നു വരാൻ സാധിക്കും. അങ്ങനെ ആറ്റിങ്ങൽ പാർലമെൻറ്റിൻ്റെ 7 അസംബ്ലി മണ്ഡലത്തിലും 40,000 കൂടുതൽ വോട്ടും ചില അസംബ്ലി മണ്ഡലങ്ങളിൽ 50,000 മേളിൽ വോട്ടും എത്തിക്കാൻ സാധിക്കും എന്നാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ. ഏറ്റവും താഴെ തലത്തിലുള്ള പ്രവർത്തകരുമായിട്ടും ഏറ്റവും താഴെ തലത്തിൽ നടന്ന പ്രവർത്തനവുമായിട്ടും ഇടപഴകി കഴിഞ്ഞ 1 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനെന്ന നിലയിൽ എനിക്ക് ബോധ്യമുള്ള കാര്യം അതാണ്. കേരളത്തിൽ ശക്തമായ രാഷ്ട്രീയ ചലനമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് BJP. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് BJP അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു തുടർ പ്രവൃത്തിയാണ് ഇപ്പോൾ നമുക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. ക്യാമ്പയിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞത്, കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 2 അക്ക ശതമാനം വോട്ട് നൽകി. ഇത്തവണ BJP 2 അക്ക സീറ്റ് നേടുമെന്നാണ് പറഞ്ഞത്. ഒരുപക്ഷെ അതൊരു അതിരുകടന്ന അവകാശവാദമാണെങ്കിൽ പോലും കേരളത്തിൽ 4-5 സീറ്റ് നേടുക എന്നുള്ളതാണ് BJPയുടെ ഒരു ലക്ഷ്യം. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുന്ന സമയത്ത് ആറ്റിങ്ങലിൽ ഈ ഒരു 4-5 മണ്ഡലത്തിൽ പെടുന്ന, അല്ലെങ്കിൽ 3-4 മണ്ഡലങ്ങളിൽ പെടുന്ന ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ബൂത്ത് ലെവൽ നിങ്ങളുടെ സ്ഥിതിവിവര കണക്കുകൾ അല്ലെങ്കിൽ വോട്ട് വിശകലനത്തിലെ ബൂത്ത് തലത്തിലുള്ള കണക്കുകൾ എങ്ങനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് സുരേഷ്? ബൂത്തുകളിൽ നിന്നുള്ള വിശകലന റിപ്പോർട്ട് പ്രാഥമികമായിട്ട് വന്നു കഴിഞ്ഞു. വിശദമായിട്ടുള്ള വിശകലനങ്ങൾ വരുന്ന 4-5 ദിവസത്തിനുള്ളിൽ ബൂത്ത് അടിസ്ഥാനത്തിൽ യോഗം കൂടിയിട്ട് എടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായിട്ടുള്ള ബൂത്തുകളുടെ വിശകലനം ഞങ്ങൾക്ക് കിട്ടും. BJP സംസ്ഥാന സെക്രട്ടറി സുരേഷ് അവരുടെ അവകാശവാദങ്ങൾ അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസിനെ കുറിച്ച് പറഞ്ഞു. കഴിഞ്ഞ വോട്ടിനേക്കാൾ ഏതാണ്ട് 1 ലക്ഷത്തിലധികം വോട്ട്, 2.5 ലക്ഷത്തിന് താഴെ വോട്ടാണ് BJPക്ക് ലഭിച്ചത്. ഇത്തവണ 3.5 ലക്ഷം വോട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ BJPക്ക് ജയിക്കാൻ കഴിയും. കാരണം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ 9,90,000 വോട്ടാണ് പോൾ ചെയ്തിരിക്കുന്നത്. അതിൽ ഏതാണ്ട് 9,85,000 വോട്ടും രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടുന്നതായിരിക്കും. മറ്റത് സ്വതന്ത്രന്മാർക്കും നോട്ടേക്കൊക്കെ പോകുന്നതായിരിക്കും. മറ്റ് തിരുവനന്തപുരം മണ്ഡലങ്ങളിലോ മറ്റ് മണ്ഡലങ്ങളിലോ നിന്ന് വ്യത്യസ്തമായിട്ട് തികച്ചും ത്രികോണ മത്സരമാണ് ആറ്റിങ്ങലിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് ഒരു 3.5 ലക്ഷം വോട്ട് നേടുന്ന പാർട്ടിക്ക് എളുപ്പത്തിൽ ജയിച്ചു കയറാൻ കഴിയും എന്നുള്ളതാണ് കരുതുന്നത്. ഇപ്പോൾ BJP അവകാശപ്പെടുന്നത്, സുരേഷ് അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ സുരേഷ് പറയുന്നത്, മുരളീധരൻ്റെ വ്യക്തിപ്രഭാവം, മോദിക്കുള്ള വോട്ട്, മുരളീധരൻ നൽകിയ ഇടപെടലുകൾ, ഇതും BJPയുടെ സംഘടനാ ശക്തി. കഴിഞ്ഞ തവണത്തെ 2.5 ലക്ഷത്തോളം വോട്ടുകളും അതിൻ്റെ കൂടെ 1 ലക്ഷത്തോളം വോട്ട് സുഖമായിട്ട് BJPക്ക് സമാഹരിക്കാൻ കഴിയും. അങ്ങനെ തങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് സുരേഷ് വെച്ച് പുലർത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകൾ സബലീകരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നമുക്ക് വിടവാങ്ങാം. നമസ്കാരം.